ഇന്ന് ഒരു ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടിയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കറി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി വേണം, സവാള വേണം, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ 2 തക്കാളി പൊടിയായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടെ ഇത് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യമായി കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ആദ്യം ഇഞ്ചി, പച്ചമുളക്, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, ഒരു സവാള, കുറച്ച് കറിവേപ്പില. സവാള ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ സവാള ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഇത് അളന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കാം. പൊടികളിടുമ്പോൾ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു വരും. നമ്മുടെ പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. 2 തക്കാളിയാണ്. ഇവിടെ തക്കാളി ഒന്ന് വേവട്ടെ. കുറച്ച് സമയം നമുക്ക് മൂടിയിടാം. നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് കാണും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. പാത്രം ഉപ്പ് ചേർക്കാം. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ച് വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഉപ്പ് കുറഞ്ഞ അവസാനം നമുക്ക് ചേർക്കാം. ഈ സ്റ്റവ് കുറച്ച് കൂട്ടിയിക്കാം. നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർക്കാം. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടെ ചേർക്കാൻ പോവുകയാണ്. ഉരുളക്കിഴങ്ങെല്ലാം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ച് നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാവും. എല്ലാം കൂടെ ഒന്ന് കിടന്ന് തിളയ്ക്കണം. ഇവിടെ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി.